അപ്പോൾ ചങ്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളതേ ഒരു അൽഫാമിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളോട് പിന്നെ പേഴ്സണലായിട്ടും കമൻ്റായിട്ടും ഒരുപാട് ആൾക്കാർ നമ്മളോട് പറയാറുണ്ട് നിങ്ങൾ അൽഫാമിൻ്റെ മസാല ഒന്ന് ഉണ്ടാക്കിക്കാണ്ടെന്ന് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനത്തെവർക്ക് കാണാൻ പറ്റിയ വീഡിയോ. ഇനിയിപ്പോൾ ന്യൂ ഇയർ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ പാടത്തും പറമ്പത്തും എല്ലായിടത്തും പോയിക്കാണ്ട് അൽഫാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മസാലയാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യുവാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഉപകാരപ്പെടും. ഇനി ന്യൂ ഇയർ ആണ് വരുന്നത് 2 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇത് എത്തണം കേട്ടോ. അപ്പോൾ ചങ്കളെ, നമ്മൾ മസാല അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണണം കേട്ടോ. കാരണം ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മസാല ഒക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് നല്ല ശ്രദ്ധിച്ച് നോക്കിക്കോളി കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കാണണം. അപ്പോൾ നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പ്, പുതിന, ഉണ്ടമുളക്, പച്ചമുളക്, ഉണ്ടമുളക് കേട്ടോ. അതേമാതിരി തക്കാളി, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി. ഇത്ര സാധനം നമ്മൾ പച്ചമസാല യൂസ് ചെയ്യണേ. കുറച്ച് കറിവേപ്പിലയും. ഇത് നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലൊക്കെ അടിക്കാനുള്ളതല്ലേ. അപ്പോൾ ആ മിക്സിയിലിട്ട് അടിക്കാനുള്ള ലെവലിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കണം. അഥവാ ഈ മല്ലിച്ചപ്പിൻ്റെ അടിയിലൊക്കെ പിന്നെ പൊടി മണ്ണുണ്ടാവും. അപ്പോൾ അതൊക്കെ പോവാനുള്ള ലെവലിൽ നല്ല ചെമ്പിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല പിന്നെ പൊടിയൊക്കെ എന്ത് ചെയ്യും, അടിയിലേക്ക് പോകും. നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിക്കണം. പിന്നെ കാര്യം പ്രത്യേകം നമ്മൾ പറയാനുള്ളത്, ഇതിൽ കളറൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. അഥവാ നാച്ചുറൽ അൽഫാമാണ് ഷാർജിൽ ഉണ്ടാവുന്നത് കേട്ടോ. നമ്മൾ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് നാച്ചുറൽ അൽഫാമാണ്. കാരണം കെമിക്കൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം പ്രത്യേകിച്ചും കളർ യൂസ് ചെയ്യണില്ല. കാരണം കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിമിനൽ കേസാണ്. അതുകൊണ്ട് നമ്മൾ കളർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒരു ഫുഡിന് യൂസ് ചെയ്യണില്ല കേട്ടോ. അത് അങ്ങനെ നമ്മളെന്ത് ചെയ്യാം, ഇത് മിക്സിയിലിട്ട് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മസാല ചേർക്കണം. മസാല ചേർക്കണേ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ നമ്മളേ മിക്സിയിലിട്ട് അടിച്ചിട്ട് നല്ല പിന്നെ ക്രീം മാതിരി അടിക്കണം കേട്ടോ. നല്ല നൈസായിട്ട് അടിക്കണം. അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി യൂസ് ചെയ്യാം. ഇതിൽ മസാല മിക്സ് ചെയ്യണത് ജീരകപ്പൊടി, ഈസ്റ്റൻ്റെ പൗഡറായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ജീരകപ്പൊടി, ചാട്ട് മസാല, ഉപ്പ്, കുരുമുളക് പൊടി, തൈര്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കസ്തൂരിമേറ്റി കുറച്ച് യൂസ് ചെയ്യാം. ഇത്ര മാത്രമേ നമ്മൾ കൊടുക്കണം കേട്ടോ. ഇതിൽ വേറെ ഒരു കെമിക്കൽ സാധനം നമ്മൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കേണ്ടവർ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒക്കെ കണ്ട് അടിച്ച് പൊളിച്ച് നിങ്ങൾ അൽഫാമൊക്കെ ഉണ്ടാക്കി സെറ്റായിക്കോളി കേട്ടോ.